അമ്മ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു അനുഭവ എല്ലാ ആളുകളുടെയും അനുഭവം ആണ് ഞാൻ ഇത് ഇവിടെ പറയുന്നത്. എല്ലാവരും ഇത് കേൾക്കണം, അത് ഒന്ന് മനസ്സിലാക്കണം. കേട്ടാൽ മാത്രം പോലെ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കുറേ അമ്മമാരുടെയും അച്ഛന്മാരുടെയും വിഷമങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു അമ്മയുടെ മനോവിചാരം എന്നാണ് ഞാൻ ഈ കഥയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അമ്മക്കിളി സ്വന്തം മക്കൾ പറക്കമുറ്റി പറന്നു പോയപ്പോൾ തൻ്റെ മക്കൾ തിരിച്ചു വരുമെന്നുള്ള വിചാരത്തിൽ ആ അമ്മക്കിളി തൻ്റെ വീട് വൃത്തിയാക്കി അത് നിറയെ ധാന്യങ്ങൾ നിറച്ച് മക്കൾ കിളിയേക്ക് താമസിക്കാൻ പറ്റിയ അറകൾ അലങ്കരിച്ച് ആ അമ്മ ആകാശത്തേക്ക് നോക്കി കാത്തിരുന്നു. മനസ്സ് മുഴുവനും മക്കളെക്കുറിച്ചുള്ള ഓർമ്മ. മക്കളുടെ കിളിക്കൊഞ്ചലും കുസൃതിയും ഓർത്തോർത്ത് ആ അമ്മ കാലം കഴിച്ചു. മക്കൾ കിളിയേക്ക് തങ്ങൾ എത്തിച്ചേർന്ന പാടത്തു നിന്നും തിരിച്ചു വരാൻ വയ്യാത്ത ഒരു അനുഭവമാണ്. നമ്മുടെ നാട്ടിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർക്ക് കുറേ പേടിപ്പെടുത്തുന്ന ഓർമ്മകളാണ് വരുന്നത്. അതുകൊണ്ട് അവർ ആ അന്യനാടിനെ സ്വന്തം നാടായി കണ്ട് അവർ അവിടെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അമ്മക്കിളിക്ക് വയസ്സായി, അവിടം വരെ പറക്കാൻ ഉള്ള ശക്തി ചിറകിനില്ല. ഒരു നല്ല ആ പാടത്തു നിന്ന് തിരിച്ച് വരാൻ മക്കൾ കിളിയേക്കും സാധിക്കുന്നില്ല. പറക്കമുറ്റും മുമ്പേ അനുഭവിച്ച ഓരോ കാര്യങ്ങളും അവർ ഓർത്തോർത്ത് പറയാൻ തുടങ്ങി. അമ്മ ഭക്ഷണം തേടിപ്പോയപ്പോൾ കാറ്റും മഴയും വന്നതും ഇടിമിന്നൽ വന്നപ്പോൾ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞതും വിശന്ന് പേടിച്ച് വിറച്ച് കൂട്ടിനകത്ത് കിടന്നതും എല്ലാം അവരുടെ മനസ്സിൽ ഓടി വന്നു. ഞങ്ങളെ തനിച്ചാക്കിപ്പോയ ആ അമ്മയെ അവർ ഓർക്കാൻ തുടങ്ങി. അങ്ങനെ മക്കൾ കിളി സമാധാനം കണ്ടു. പക്ഷേ ആ മക്കൾ അമ്മയെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ശേഖരിച്ച ഭക്ഷണം തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കാതെ ആ അമ്മക്കിളി വേദനയോടെ കാറ്റും മഴയും ശമിക്കുന്നതുവരെ കാത്തിരുന്നു. ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവർ ആ മക്കളെ ഓർത്ത് ആ അന്യസ്ഥലത്ത് ഇരുന്നു. മഴ തോർന്നു. അമ്മക്കിളി വീട്ടിലെത്തി മക്കൾക്ക് ഭക്ഷണം നൽകി വീണ്ടും അടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനായി തേടിപ്പോയി. ആ അമ്മ താൻ അനുഭവിച്ച വേദനയോ സങ്കടമോ ആ മക്കളോട് പറയാൻ സമയം കണ്ടെത്തിയില്ല. കാരണം എൻ്റെ മക്കളെ ചിരിക്കുന്ന മുഖം കാണാനാണ് ആ അമ്മ എപ്പോഴും ആഗ്രഹിച്ചത്. ആ മക്കളുടെ മുഖം വാടിയ അമ്മയുടെ ഹൃദയം വാടും. അതുകൊണ്ട് ആ അമ്മ എല്ലാം സ്വയം ഉള്ളിലൊതുക്കി മക്കളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ആ അമ്മ തോറ്റിരിക്കുകയാണ്. മക്കളുടെ ആ വാചകം അമ്മയെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ ഒരു നല്ല അമ്മയാണെന്നുള്ള വിശ്വാസത്തിൽ ആ അമ്മ ജീവിക്കുകയായിരുന്നു. പക്ഷേ മക്കളുടെ ആ വാക്ക് അമ്മയുടെ ശക്തി നഷ്ടപ്പെടുത്തി. ഇനി ഒരിക്കലും പറക്കാൻ കഴിയില്ല. കണ്ണിന് കാഴ്ചയില്ല, ശക്തി കുറഞ്ഞു. കാലുകൾക്ക് ചലനശേഷിയും തീർന്നു. ചുണ്ടിൽ തട്ടുന്നത് മാത്രം കൊത്തിയെടുത്ത് കഴിക്കും. ആരോടും പരാതിയില്ല. ഇപ്പോഴും ആ അമ്മ മനസ്സിനെ സ്നേഹം മാത്രം. മക്കളുടെ ഉയർച്ചയും വളർച്ചയും മാത്രം സ്വപ്നം കണ്ട് ആ അമ്മ ജീവിക്കുന്നു.
എനിക്ക് എനിക്ക് മക്കളോട് ഒന്നേ പറയാനുള്ളൂ, ഒരിക്കലും മക്കൾ അച്ഛനമ്മമാരോട് ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കരുത്. അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ അച്ഛനും അമ്മയുമായിരിക്കാം, അത് നിങ്ങളുടെ മക്കൾക്ക് മാത്രം. അല്ലാതെ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ അച്ഛനും അമ്മയും ആകുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് മക്കളാകണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് വളരെ തെറ്റാണ്. ഇന്ന് സ്വന്തം മക്കളെ സ്നേഹിക്കുകയും ഭക്ഷണം ഊട്ടിക്കൊടുക്കുകയും സ്കൂളിൽ ഏറ്റവും വലിയ സ്കൂളിൽ പറഞ്ഞു വിടുകയും ചെയ്യുന്ന അച്ഛനമ്മമാർ ഒന്ന് വിചാരിക്കണം. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ഒരു നല്ല പൗരന്മാരാക്കി വളർത്തണമെന്ന്. സ്കൂളിലും ആരും അത് ചെയ്യുന്നില്ല. പണ്ട് അധ്യാപകർ കുട്ടികളെ അടിക്കും, വഴക്ക് പറയും, കുട്ടികൾക്ക് വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരെ നല്ല രീതിയിൽ വളർത്തിയെടുത്തു. അതിൻ്റെ പേരിലാണ് അവർ അന്യനാട്ടിൽ പോയെങ്കിലും നല്ലതായിട്ട് ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല നടക്കുന്നത്. കുറേ ഭക്ഷണം കൊടുക്കും, സ്കൂൾ ബസ് വരും, ടൈയും കോട്ടും ഇട്ട് പറഞ്ഞു വിടും. അവിടെയാണെങ്കിൽ പൈസ ഗവൺമെൻറ് സ്കൂളിൽ കിട്ടിയാൽ കുറേ ശമ്പളം കിട്ടും. ഇവിടെ പ്രൈവറ്റ് സ്കൂളിൽ വളരെ കുറച്ച് തുക, കോട്ടും സൂട്ടും ഇട്ടിരുന്നാൽ മാത്രം മതി. അവർ കുട്ടികളെ പഠിപ്പിക്കാനോ അതിൻ്റേതായ രീതി കുട്ടികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയെടുക്കാൻ ഒരു സ്കൂളുകാരും ശ്രമിക്കുന്നില്ല. വീട്ടിൽ അച്ഛനമ്മമാരും ചെയ്യുന്നില്ല. നാട്ടിലും അതൊന്നും ചെയ്യാൻ നേരമില്ല. സ്വന്തം കാര്യം, രാഷ്ട്രീയം നോക്കി നമുക്ക് 10 വോട്ട് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഭരിക്കണം. പക്ഷേ ആരെ ഭരിക്കും? ഈ രീതിയിൽ പോയാൽ ഒന്ന് മനസ്സിലാക്കണം. ഒരു ചെടി നട്ട് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നു, വളമിട്ട് കൊടുക്കുന്നു. പക്ഷേ അതിൽ എവിടെ വെയിൽ കിട്ടുമോ അങ്ങോട്ടത്തേക്ക് ചാഞ്ഞ് വളരുന്നു. ആ ചെടിയിൽ നിന്ന് നമ്മൾ വലുതായിട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു തടിയും കിട്ടത്തില്ല, ഒരു നല്ല ഫലവും കിട്ടില്ല. പക്ഷേ നാം അതിനെ കണ്ട് അതിനെ നേരെ നൂത്ത് നിർത്തി കെട്ടി നല്ലതായിട്ട് വിടുമെങ്കിൽ അത് നല്ലതായിട്ട് വളർന്ന് നല്ല ഫലം തരും നമുക്ക്. അതുപോലെ നമ്മുടെ കുട്ടികളെ നമ്മൾ അങ്ങനെ വളർത്തിയാൽ മാത്രമേ നമുക്ക് നല്ല ഫലം കിട്ടുകയുള്ളൂ. വയസ്സായ അമ്മയും അച്ഛനെയും തല്ലി വളർത്തുന്ന മക്കൾ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അമ്മയും അച്ഛനെയും അല്ല തല്ലി വളർത്തേണ്ടത്, നിങ്ങളുടെ മക്കളെയാണ് നിങ്ങൾ തല്ലി വളർത്തേണ്ടത്. വിദേശത്ത് മക്കളെ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ വിദേശം കണ്ടുപിടിച്ചാണ്. പാശ്ചാത്യരുടെ അതേ സ്വഭാവമാണ് ഇന്ന് ഭാരതീയരുടെ സ്വഭാവം. അവരിവിടുന്ന് കണ്ടുപിടിച്ച് അവരിവിടെ വന്ന് ഓരോന്നും കണ്ടുപിടിച്ച് അവരെ നാട്ടിൽ കൊണ്ടുപോയി ഓരോന്നും അവർ നല്ലതായിട്ട് ജീവിക്കുന്നു. പക്ഷേ അവിടുത്തെ വൃത്തികെട്ട ജീവിതം കണ്ട് ഇവിടെ ഉള്ളവർ അഹങ്കരിച്ച് കോട്ടും സൂട്ടും ഇട്ട് കുട്ടികളെ ഒരു രീതിയിലും നല്ലതാക്കി വളർത്താൻ മെനക്കെടാതെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അധ്യാപകരെങ്കിലും പഴയ കാലത്തെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ നല്ല രീതിയിൽ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇന്ന് അവർ തോറ്റിരിക്കുന്നു. ഇവിടെ വയസ്സായവരെ തല്ലുക, അടിക്കുക, അവരെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ച് മക്കൾക്ക് ഒരു വിഷമവുമില്ല. അതിനെ മക്കളായാലും ശരി മറ്റുള്ളവരായാലും ശരി ഇന്നത്തെ തലമുറയ്ക്ക് വയസ്സായവരോ നിന്ദിക്കുന്നതിന് യാതൊരു മടിയുമില്ല. എന്ത് വേണമെങ്കിലും പറയും. പക്ഷേ 100% ഞാൻ പറയുന്നില്ല. ഇതിൽ ഒരു 10% നല്ല മക്കളും നല്ല ഗുരുത്വമുള്ള കുട്ടികളെല്ലാം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ന് കാണുമ്പോൾ ഹൃദയം പൊട്ടുകയാണ്. പണ്ട് ഒരാളെ കാലിലോ കയ്യിലോ ഒന്ന് തട്ടിയാൽ ഉടനെ തൊഴുത് അവരോട് മാപ്പ് ചോദിച്ച് അവരെ ദൈവത്തിനെ പോലെ
വിചാരിക്കും. പക്ഷേ ഇന്ന് ഒരു ചവിട്ട് അറിയാതെ കൊണ്ടാൽ വേണമെങ്കിൽ വീണ്ടും 2 ചവിട്ട് കൂടെ അറിഞ്ഞു കൊടുക്കും. അങ്ങനത്തെ കാലമായിപ്പോയി. അത് നമുക്ക് നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരം നാം മനസ്സിലാക്കണം. അതല്ലാതെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നാം പോവരുത്. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ദോഷമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കുട്ടികൾ നല്ലതായി വളർന്നാലേ നമ്മുടെ രാജ്യത്തിന് നല്ല പേരും പെരുമയും ഉണ്ടാവുകയുള്ളൂ. രാജ്യം തനിയെ വളരില്ല. അവിടുത്തെ കുട്ടികളാണ് രാജ്യത്തിൻ്റെ മുതൽ. അത് മനസ്സിലാക്കുക. ഒരു അമ്മയുടെ, ഒരു മുത്തശ്ശിയുടെ അപേക്ഷയാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, സാരമില്ല. എൻ്റെ മനസ്സിനെങ്കിലും അല്പസമാധാനമുണ്ടാവുമല്ലോ. ദൈവത്തിന് നന്ദി.